எதிர்பார்க்கல. மனசுல இருக்கிறது என்னைக்காவது சொல்லிதானே ஆகணும். அன்னைக்கு நீங்க தம்புரா கொடுத்ததை நான் தவறா புரிஞ்சுக்கிட்டேன். ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടന്റ് പൊന്നുമക്കളെ, ധാരാളറിയോ? അജു വർഗീസ് മമ്മൂട്ടി അഭിനയിച്ച ഒരു ചെറിയ സീന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എന്തായാലും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ ആ ഒരു അഭിനയം എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള ശ്രമം നടത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അജു വർഗീസ് അത് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറത്തേക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അറിയാം. ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനയത്തിന്റെ അടുത്തേക്ക് മറ്റൊരു നടനെത്താൻ കഴിയില്ല. മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ അഭിനയിച്ച ഒരു ക്യാരക്ടർ വീണ്ടും അതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞാൻ ഇത് ഇങ്ങനെ ചെയ്തെങ്കിൽ അടുത്തത് അത് തന്നെ ചെയ്യുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വേണം. അത്രേ ഉള്ളൂ. ഒന്ന് നന്നാക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് അതേ സാധനം എനിക്ക് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം. അദ്ദേഹത്തിനെ കളിയാക്കാനോ നാണം കെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. தினமும் நான் சண்டை போடுவேன், வெறுப்பேத்துவேன், கோவப்படுவேன், தலையை பிச்சுக்க வைப்பேன். ஆனாலும் நான் சந்தோஷமா இருப்பேன். ഇത് പശു ചാണകിടാൻ പോണ ആക്ഷൻ അല്ലേ മോനെ കാണിച്ചത്? അയാളെ കളിയാക്കാൻ പാടൂല. പക്ഷെ എനിക്ക് അത് കാണുമ്പോൾ ചിരി വരുന്നു. കമന്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കമന്റിൽ ഫുള്ള് തേച്ചൊട്ടിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്രിസിയേഷൻ അർഹിക്കുന്നതുമാണ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് ഉള്ളിക്കുള്ള இருக்கிற அழகையும் பாக்குற பக்கம் எனக்கு வந்தாச்சு. ஆனா எனக்கு நீங்கதான். എന്താ, അതായത് ആ സീൻ അവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. മറ്റേ മൊബൈലിൽ കയ്യിൽ വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് ഇറക്കിങ്ങനെ എന്നുള്ള ഈ സാധനമൊക്കെ കാണിക്കാനുള്ള ശ്രമം നടത്തുന്നത്. வாழ்க்கையில சில கேள்விகளுக்கு சீக்கிரமா பதில் கிடைக்கிறதில்லை. நான் இதுக்கு ராணுவத்தில் சென்றேன். காலையிலிருந்து குடிச்சேன், സന്ധിച്ചேன். എനിക്ക് ഈ സീന് കാണുമ്പോൾ ശരിക്ക് ഭയങ്കരമായിട്ട് വിഷമവും. മമ്മൂട്ടിയുടെ ആക്ടിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ മുന്നേ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. അന്നതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് മമ്മൂട്ടിയുടെ ആക്ടിങ്ങിനെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടതാണ്. ഇപ്പൊ അത് അജു വർഗീസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ട് ചിരിച്ചിരിച്ചിട്ട് ഇതാവുക. എനിക്ക് ഏതിലേക്ക് ശ്രദ്ധ കൊടുക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ആ വീഡിയോന്റെ മുകളിലായിട്ട് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തട്ടാ, 14 years ഓഫ് നമ്മൾ ചെയ്യുമ്പോ മാത്രം എന്താ ശരിയാവാത്തെ? അത് നമ്മൾ ചെയ്ത ശരിയാവൂല, അത് മമ്മൂട്ടി എന്ന ലെജൻഡ് ആക്ടർ ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ. മനസ്സെ പുരിഞ്ചിക്കാൻ ഇന്നത്തെ കൂട്ടിട്ട് വന്ന് കുടിച്ചിരിക്കാൻ കേട്ടെ. ഇതെല്ലാമേ இந்த பச்சைக்கல் தேவதை கொடுக்கிறேன். பத்திரமா பார்த்துக்க. கடவுளை கிட்ட ஒப்படைச்சுக்க. ഈ ചെങ്ങായി ഇത് ആ ഒരു സീനെ നമ്മളോട് ചിരിപ്പിച്ചൊരു ഇതാക്കുമല്ലോ. ആളെന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാക്കി കാണിക്കണ സാധനങ്ങളുണ്ടാ. ഞാൻ ആ വീടിന്റെ എൻഡില് ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടോക്ക്. ചിരി അടക്കി പിടിച്ചിട്ട് ടർക്കി വായിൽ വെച്ച് കടിച്ചു പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനെ എനിക്ക് ശരിക്കും അത് കണ്ടപ്പോഴേ ഞാൻ ചിരിച്ചൊരു വിധായി. അയ്യോ, ഈ സീനിനെയാണല്ലോ ഈശ്വര ഞാൻ ഇത്ര അധികം സങ്കടത്തോട് കണ്ടത്. ഇത് ചിരിച്ചു ചാവുന്ന ഒരു സാധനമാക്കി മാറ്റി അജു വർഗീസ് എന്ന് പറയുന്ന നടൻ. അദ്ദേഹം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അദ്ദേഹം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനെ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയണം. പക്ഷെ അതിനെ ചിരിപ്പിക്കാനുള്ള ഒരു വകുപ്പും കൂടി അവർ, എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ അജുവിനെ പിരികേറ്റി ഇദ്ദേഹം ചെയ്യിച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ.